എൻ്റെ വീഡിയോക്ക് ഇന്നൊരു കമൻറ്റ് വന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമല്ല. ഒരു പെണ്ണാ, അവളടിച്ച കമൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആഹാ കമൻറ്റ് മുഴുവൻ ഈമാനികളാണല്ലോ എന്ന്. അപ്പം അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയുന്ന ആൾക്കൊരു ഈമാൻ വേണമല്ലോ. അപ്പോൾ ധാരാന്നറിയാൻ വേണ്ടി ഞാൻ വെറുതെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കി. പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ നന്മപരമായിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടു. വീഡിയോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തിനാ അവരങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് കണ്ടു. അപ്പം ഞാൻ എന്ത് ചെയ്തു, പ്രൊഫൈൽ നോക്കുമ്പോൾ യൂട്യൂബ് ലിങ്ക് ഉണ്ട്, അതിലൊന്നും ക്ലിക്ക് ചെയ്തു. ഇനിയിപ്പോൾ ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്തു. നേരെ വീഡിയോ യൂട്യൂബ് പോയി. യൂട്യൂബ് പോയപ്പോൾ ഉണ്ട് ഇവളും ഒരു മൂലയിൽ നിൽക്കുന്നൊരു വീഡിയോ. എന്താ ഇത് സംഭവം എന്നറിയാമെന്ന് പ്ലേ ചെയ്തു. പ്ലേ ചെയ്തപ്പോഴാണ് അത് അമ്മായിമ്മമാർക്കുള്ള പണിയായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. എന്താ അവള് പറയണത് വെച്ചാൽ, ആദ്യം ഇതൊന്ന് കേക്ക്, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഭർത്താവിന്റെ വാപ്പക്കും ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സഹിക്കുക, ഒരു പരിഹാരമില്ല. നേരാക്കാൻ പോയാൽ ബുദ്ധിമുട്ട് കൂടും. അതുകൊണ്ട് ഞങ്ങൾ ആരും അമ്മായിമാരെ കൗൺസിലിംഗ് നടത്തലില്ല. ഉമ്മാന്റെ ബുദ്ധിമുട്ട് വല്ലാതെ അവിടെ നിൽക്കാൻ കഴിയുന്ന അമ്മാനെ കൊണ്ടുവരും ഞങ്ങൾ പറയില്ല. നമ്മൾ അമ്മാനെ എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ആർക്ക് പറഞ്ഞു കൊടുക്കും? കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പറഞ്ഞു. വല്ലാത്തൊരു പരീക്ഷണമാണ് ആൺകുട്ടികളെ പരീക്ഷണം. ഉമ്മാനെയും ഭാര്യനെയും കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക പറഞ്ഞാൽ അതൊരു വല്ലാത്ത പരീക്ഷണം. അപ്പൊ ഞാൻ പെൺകുട്ടികൾ പറയും, നിങ്ങൾ സഹകരിക്കണം. ആ സാധുവിന്റെ മനസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ആ പുരുഷനുണ്ടല്ലോ അവന്റെ മനസ്സൊന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ അമ്മ അങ്ങനെയൊക്കെ പറയും, ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ എന്താ? ഒരു പെൺകുട്ടി ചോദിക്കണം, എന്താ ഉമ്മാനോട് രണ്ട് വർത്താനം പറഞ്ഞോടെയാക്കി? ഉമ്മാനോട് രണ്ട് വർത്താനം പറഞ്ഞാൽ പ്രശ്നം അണക്ക വരിക, നിനക്ക വരിക. എന്താ നിനക്ക് എന്റെ കുട്ടി ഇത്രയും കാലം എന്നോട് ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇവളാണ് ഇവൻ എങ്ങനെ ആക്കിയത്? കഴിഞ്ഞത് ഹരിജനങ്ങൾ ഇവളാണ് ഇവൻ എങ്ങനെ ആക്കിയത്? ഇത്ര കാലം എത്ര നല്ലൊക്കെ പെരുമാറി വന്നാണ്. ഇവർ നേരകം പോകരുത്, നന്നായിട്ട് മാനേജ് ചെയ്യാം. ഏതൊരാൾക്കും അയാളെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിച്ച് പെരുമാറിയാൽ ആരും നമുക്ക് വഴങ്ങും. നല്ല സ്നേഹത്തിൽ ഇതുണ്ടോ, ഇതൊരു ഉസ്താദിന്റെ ഒരു ഡയലോഗാണ് കേട്ടോ. അതായത് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കുമല്ലോ, ആ കല്യാണം കഴിപ്പിക്കുന്ന വീട്ടിൽ അവിടുത്തെ ഉമ്മയും വാപ്പയും എന്ത് ചെയ്താലും സഹിച്ച് ക്ഷമിച്ച് നിൽക്കണം എന്നുള്ളതാണ് അയാൾ പറയുന്നത്. അതിന് നമ്മൾ അങ്ങോട്ട് റിയാക്ട് ചെയ്യാൻ പാടില്ല. പിന്നെ അത് മാത്രമല്ല, അയാൾ കൗൺസിലിംഗ് കൊടുക്കൽ ആർക്കാ? അതായത് ഈ കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്ന പെൺകുട്ടികൾക്ക്. ഉമ്മാരൊരിക്കലും കൗൺസിൽ ചെയ്യൂലെന്ന്. എന്താ ഇങ്ങനത്തെ ആളുകളോടൊക്കെ പറയാം? അങ്ങനത്തെ ആളുകളോടൊക്കെ സ്വന്തം മക്കളുണ്ടല്ലോ, സ്വന്തം മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇതുപോലെ ബുദ്ധിമുട്ട് വരുമ്പം സഹിച്ച് ക്ഷമിച്ച് ജീവിക്കാം. കേട്ടോ, ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മമാരുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടിയിട്ട് പൊരുതുന്നൊരു പെണ്ണാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് പെങ്ങളോട് പറയാനുള്ളത് എന്താ അറിയോ, ഈ അമ്മായിമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് ജനിക്കുമ്പോഴേ അമ്മായിമ്മയായി വരുന്നതല്ല. നിങ്ങളെപ്പോലെ നല്ല ചോരത്തിളപ്പും നല്ല മൊഞ്ചും എല്ലാ കളിയും ചിരിയും കഴിഞ്ഞിട്ട് അമ്മായിമ്മ ആയതാ. ഈ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, 85% ഞാൻ വേദനിച്ചു അവളെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിക്കുന്നവരല്ല, 15% ഉള്ളൂ അങ്ങനെ ചിന്തിക്കുന്നവർ. അല്ലാത്തവരൊക്കെ ഞാൻ നന്നായി അനുഭവിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് വരുന്നതിന് നന്നായി ഞാൻ കൊടുക്കും എന്ന് വിചാരിക്കണമല്ല. ഈ അമ്മായിമ്മമാരെ ഒന്നും നന്നാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഈ പാരമ്പര്യമായിട്ട് നമ്മളെ പൂർവികരൊക്കെ ഇതൊക്കെ സഹിച്ചും പൊറുത്തും ക്ഷമിച്ചും കൊണ്ടാണ് നല്ല നല്ല കുടുംബജീവിതങ്ങൾ ഉണ്ടായി വന്നിട്ടുള്ളത്. അല്ലാതെ അമ്മായിമാരെടുത്ത് കിണറ്റിലിടുക, പേരക്കുട്ടിനെ എടുത്തിട്ട് പാലത്തിന്റെ അടിയിലേക്ക് ഇടുക, ഇങ്ങനെയൊക്കെ ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബബന്ധം എന്ന് പറയുന്ന സംഗതി അത്ര പെട്ടെന്നൊന്നും മുമ്പോട്ട് പോകൂല. പിന്നെ പറയാ ട്രെൻഡ് ഇതാണ്, ഇപ്പോഴത്തെ ജനറേഷൻ എങ്ങനെയാണ്, ഇതാണ് കാലഘട്ടം, അതിനനുസരിച്ച് ചിന്തിക്കണം. ഓരോരുത്തരും വ്യത്യസ്ത സ്വാതന്ത്ര്യങ്ങൾ ആഗ്രഹിക്കുന്നതും ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളുകളാണ്, അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. പക്ഷെ ഇതിന്റെ ഫൈനലി എങ്ങനെ പോയാലും അതൊരു മാതാവാണ് അല്ലെങ്കിൽ ഒരു പിതാവാണ്. അവർക്ക് നമ്മൾ ഏത് മൂലകൾ വെച്ചിട്ട് കൂട്ടിയാലും കുറച്ചാലും ശരി, അവരെ തട്ട് നമ്മൾ എപ്പോഴും പൊന്തിച്ചേ നിർത്തണം. കാരണം എന്താ അറിയോ, അവരാണ് ഏതൊരു കുടുംബത്തിന്റെയും വിളക്കും വെളിച്ചം. മനസ്സിലായോ? അവരെല്ലായ്മയും അവരെ കൗൺസിലിങ്ങിന് പറഞ്ഞയച്ചിട്ടും അവരുടെ ഭ്രാന്ത് മാറ്റാൻ നടന്നാലും കുടുംബജീവിതം മുന്നോട്ട് പോകൂല പെങ്ങളെ. ഇത് ന്യൂ ജനറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് തട്ടാം, പക്ഷെ എന്താ അറിയോ, സമാധാനം എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കിടയിൽ ഉണ്ടാവൂല. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായ ഒരു മാതാവോ ഒരു പിതാവോ ഉണ്ടെങ്കിൽ ആ വീടിനുള്ള സുരക്ഷ ഉണ്ടല്ലോ, അത് ചില്ലറയൊന്നുമല്ല. അത് ആ മാതാവിനെയും പിതാവിനെയും സ്നേഹിച്ചിട്ട് ഒരു ഭാര്യയെ പോറ്റുന്ന ഒരാണിനറിയും, അല്ലാത്തവർക്ക് അറിയില്ല. അല്ലാത്തവർക്ക് ഭാര്യയുടെ കണക്ക് മാത്രമേ ചിലപ്പോൾ പറയാൻ ഉണ്ടാവൂ, മാതാപിതാക്കളെ കണക്കൊന്നും പറയാൻ ഉണ്ടാവൂല. വീടിന്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ അവരാണ്. അവരെ മാറ്റി നിർത്തിയിട്ടും അവരെ ഒഴിവാക്കിയിട്ടും എന്ത് ഭാര്യയും കുടുംബം ആരാ ആഗ്രഹിക്കണേ? നട്ടലിലൊരാണ് ആഗ്രഹിക്കൂല. പിന്നെ മാത്രല്ല, ഭർത്താവ് എന്തൊക്കെ ഇനി മാതാപിതാക്കളെ കുറിച്ചിട്ട് സ്വന്തം ഭാര്യയുടെ നിന്ന് കേൾക്കുമ്പോഴും അതിനൊക്കെ തലയാട്ടി തന്നിട്ടുണ്ടെങ്കിൽ
അതവന്റെ ഗതികേടാണെങ്കിലും അവന്റെ നട്ടല്ലില്ലായ്മയാണെന്നുണ്ടെങ്കിലും അതൊരിക്കലും നിങ്ങൾക്ക് സന്തോഷം തരൂല. ഞാൻ നിങ്ങളോട് ഒരു ദേഷ്യം കൊണ്ടല്ല, നല്ല രീതിയിലാണ് പറയുന്നത്. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴും നിങ്ങളുടെ ആ കമന്റ് കണ്ടപ്പോഴും ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അതിൽ നന്മ മരങ്ങളും ഈമാന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ നിന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, അതിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിന് തിരിച്ച് മറുപടി പറയണമെന്നുള്ള എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞു. ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, പല ആളുകളും അമ്മായിമാരെ കയ്യിൽ നിന്നൊക്കെ സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തോട്ടത്തിലാണ്. പക്ഷെ അതില്ലാത്തൊരു കാലം വന്നു നോക്കണ്ടേ. നട്ടലില്ലാത്ത ആണുങ്ങളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിൽ അടിച്ചു പൊളിച്ച് അവനക്ക് ജീവിക്കാം, അവളുടെ അഡ്രസ്സിൽ തന്നെ അവനക്ക് ജീവിക്കാം. അങ്ങനെ ജീവിക്കുന്നവരും ഉണ്ട്. പക്ഷെ അതിനൊന്നും ആണായി പറഞ്ഞവനെ ഒരിക്കലും അവൻ ആണായി കാണൂല. അന്യ വീട്ടിൽ പോയി നമ്മുടെ വീട്ടിലുള്ള പെൺകുട്ടികൾ നിൽക്കുമ്പോഴും നമ്മൾ അതന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. എല്ലാം ഉണ്ടാവും, സഹിക്കണം, പൊറുക്കണം. കാരണം നീ ജീവിക്കേണ്ട വീട് അതാണ് എന്നുള്ളത്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇന്ന് സഹിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നാളെ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ സന്തോഷമേ കിട്ടുള്ളൂ. അല്ല, നിങ്ങൾക്ക് ആ സന്തോഷം ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞ് നിങ്ങളത് മേടിക്കാൻ ശ്രമിച്ചാൽ ഇന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ, നാളെ നിങ്ങൾക്ക് അതിന്റെ ഡബിൾ ദുഃഖമായിരിക്കും കിട്ടുക. പിന്നെ ആരുടെയും വയസ്സ് കീപ്പോട്ടല്ല പോകുന്നത്, മേപ്പോട്ടാ പോകുന്നത്. നിങ്ങളൊക്കെ ഈ സ്റ്റേജിലേക്ക് എത്തേണ്ട ആളുകളാണ്. അപ്പൊ ഇന്ന് കൊടുത്താൽ നാളെ അത് കിട്ടും. അത് ഒരു പ്രകൃതി സത്യമാണ്. അതിന് ആർക്കും ഒളിച്ചോടാൻ കഴിയില്ല. ഇന്ന് ഈ ചോരത്തളപ്പ് കൊണ്ട് ചുളിഞ്ഞ തൊലിയുള്ളവരെ കളിയാക്കാനും പുച്ഛിക്കാനും മാറ്റി നിർത്താനും മത്സരിക്കുന്നതിന്റെ ആ ആവേശമൊന്നും അന്നുണ്ടാവൂല. ഇന്ന് ഈ പറഞ്ഞ നിന്റെ മെയിൻറ്റും ആവൂല അന്ന്. അതുകൊണ്ട് മൂത്തവരെ ബഹുമാനിച്ചിട്ടും ഭർത്താവിന്റെ ഉമ്മാനെ, ഭർത്താവിന്റെ വാപ്പാനെ, സ്വന്തം ഉമ്മയും വാപ്പയെന്ന് കണ്ടൊക്കെ ലൈഫ് അടിപൊളിയായിരിക്കും. ചിലപ്പോ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും, അവർക്ക് അവരുടെ വഴിക്ക് പോകാം. എന്നാലും പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിരിക്കട്ടെ, അത്രേ വേണ്ടുള്ളൂ. ആരെയും കുറ്റപ്പെടുത്താനോ ചെറുതാക്കാനോ ചെയ്തതൊന്നും അല്ല കേട്ടോ വീഡിയോ. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഓക്കെ.